Hallo Leute, guten Morgen, guten Tag. So today നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മൾ ഹ്യൂമൻ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സ് ഓക്കെ, അതായത് ഹെഡ്, ഷോൾഡേഴ്സ്, കോപ്സ്, അങ്ങനെ ഹാറ്. സോ നമ്മൾ അങ്ങനെ കണ്ടിന്യൂഷൻ പോവാണ്, അതായത് സിസ്റ്റം വൈസിലേക്ക് പോവാണ്. സോ ആദ്യം നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ബോഡി പാർട്സ്. സോ ഇനി നമ്മളടുത്തത് പറയാൻ പോകുന്നത് നമ്പേഴ്സ് എന്ന് ഡിസ്കസ് ചെയ്ത് നമ്മൾ നമ്പേഴ്സിനെ കുറിച്ചിട്ട്. പിന്നെ നമ്മൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഓർഗനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഡിസീസ്, അതായത് ഏതൊരു ഡിസീസും നമുക്ക് വരുന്നത് ഏതെങ്കിലും ഓർഗൻ ബേസ്ഡ് ആയിരിക്കും അല്ലേ. എക്സാമ്പിൾ ലൈക്ക് നമ്മുടെ ഹാർട്ടിന് വരുന്ന ഡിസീസസ്, സ്കിന്നിന് വരുന്ന ഡിസീസസ്, ഈവൻ നമ്മുടെ ബോഡി ഈസ് ലൈക്ക് എൻറ്റയർലി ഇറ്റ്സ് ഓർഗൻ, അല്ലെങ്കിൽ ഓർത്തോപെഡിക്, അല്ലെങ്കിൽ എന്താ പറയുക സ്കെൽട്ടൺ, ഓർഗൻ ബേസ്ഡ്, അല്ലെങ്കിൽ സ്കെൽട്ടൺ ബേസ്ഡ്, അല്ലെങ്കിൽ സ്കിൻ ബേസ്ഡ്, അല്ലെങ്കിൽ ഹെയർ ഫോൾസ്, ലൈക്ക് ഡിഫറെൻറ്റ് സിസ്റ്റം ബേസ്ഡ് ആയിരിക്കും. എന്തെങ്കിലും നമ്മളൊരു ഡിസീസ് ഉണ്ടോ അത് ഏതൊരു പാർട്ടിന് ബേസ്ഡ് ആയിരിക്കും. സോ നമുക്ക് അങ്ങനെ പഠിക്കാം. ഓക്കെ, സോ അതൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണെന്ന് തോന്നുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മുടെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ഇത് നമ്മൾ ജർമ്മനിലാണ് പറയാൻ പോകുന്നത്. സോ നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ പോകുന്നത് ജർമ്മൻ്റെ വാക്കുകളും ഇംഗ്ലീഷിലുള്ള അത് എന്ത് അസുഖമാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ നമ്മൾ മെയിനായിട്ട് ഫസ്റ്റ് നമ്മുടെ മെയിൻ എൻജിൻ ഹാർട്ട്, Herz-Kreislauf Erkrankungen. So that means cardiovascular diseases based on heart. ഹെർസ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് എന്നാണ് അർത്ഥം. എർക്രാങ്കുങ്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കോമൺലി എന്തെങ്കിലും ഇൽനെസ്സിന് എർക്രാങ്കുങ്കൻ, ക്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്കാണ്. സോ എർക്രാങ്കുങ്കൻ എന്ന് പറഞ്ഞാൽ ഡിസീസ്, എന്തെങ്കിലും പർട്ടിക്കുലർ ഡിസീസിനെയാണ് എർക്രാങ്കുങ്കൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ക്രൈസ്ലോഫ് എർക്രാങ്കുങ്കനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കാർഡിയോ വാസ്കുലർ ക്രൈസ്ലോഫ് എർക്രാങ്കുങ്കൻ, ദാറ്റ് മീൻസ് ക്രൈസ്ലോഫ് എർക്രാങ്കുങ്കനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഡിസീസ് ഹൈപ്പർടോണി. ഇറ്റ്സ് ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും മേജർ ഡിസീസാണ് ഹൈപ്പർടോണി എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പോടെൻഷൻ, ദാറ്റ് മീൻസ് ഹൈപ്പർടെൻഷൻ. Coronary heart krankheit. ഓക്കെ, അത് കൊറോണറി ആർട്ടറി ഡിസീസ്, നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന കൊറോണറി ആർട്ടറി ഡിസീസാണ് കൊറോണറി ഹാർട്ട് ക്രാങ്കൈറ്റ്. സോ നമ്മൾ മാക്സിമം നമ്മൾ പറയുന്നതിൻ്റെ കൂടെ തന്നെ പറയുക, അതിൻ്റെ കൂടെ അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഹെർസ് ഇൻസഫിഷ്യൻസ് ഹാർട്ട് ഫെയിലിയറിന് പറയുന്ന പേരാണ് ഹേഴ്സ് ഇൻസഫിഷ്യൻസ്. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. ഓക്കെ, സ്ലാഗൻ ഫാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോക്കിനാണ് സ്ലാഗൻ ഫാൾ എന്ന് പറയുന്നത്. അടുത്തത്, അപ്പോൾ ഇത്രയും കോമൺ ആയിട്ട് വരുന്ന അസുഖങ്ങളാണ് നമ്മുടെ ഹേർസിനെ എഫക്റ്റ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള അസുഖങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിൻ്റെ ജർമ്മൻ വാക്കും പറഞ്ഞു, അതിൻ്റെ ഇംഗ്ലീഷിലുള്ള വാക്കും പറഞ്ഞു. അടുത്ത് നമുക്ക് ഹാർട്ട് ലങ്സ്, നമ്മൾ ശ്വസിക്കുന്ന ലങ്സിലേക്കാണ് ശ്വാസം പോകുന്നത് അല്ലേ. സോ ആത്തം വെക്സർ ക്രാങ്ക് കുങ്കൻ, ദാറ്റ് മീൻസ് ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രാങ്കുങ്കൻ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറഞ്ഞത് ഡിസീസസ്. ആത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ലങ്സിന് പറയുന്ന പേരാണ്. ഫസ്റ്റ് ഡിസീസാണ്, അതായത് ക്രാങ്കുങ്കനാണ്. ആസ്മ. ഓക്കെ, ക്രോണിഷ് ഒബ്സ്ട്രക്റ്റീവ് ലുങ്കൻ Erkrankung. Okay, chronisch obstructive Lungenerkrankungen. That means COPD, chronic obstructive pulmonary disease another chronic obstructive Lungenerkrankungen. Okay, COPD. Okay, Lungen
Entzündung, pneumonia. Yeah, Lungenentzündung, Lungenentzündung. That means pneumonia. Lungenentzündung. Lungenkrebs, Lungenkrebs. Lungenkrebs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലങ് ക്യാൻസർ. Lungenkrebs. ക്രബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസറാണ്. ലുങ്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലങ്സ്. ഓക്കെ. ബ്രോങ്കൈറ്റിസ് ആണ്. ഓക്കെ. ഗ്യാസ്ട്രോ ആയിട്ടുള്ള അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഗ്യാസ്ട്രോ ബേസ്ഡ് ആയിട്ട് വരുന്ന കോമൺ ആയിട്ട് വരുന്ന ഒരു അസുഖങ്ങളാണ്. അതായത് മെയിനായിട്ട് നോക്കുന്ന മെയിൻ അസുഖങ്ങളാണ്. മാഗൻ-ദാം എർക്രാങ്കുങ്കൻ, മാഗൻ-ദാം എർക്രാങ്കുങ്കൻ, മാഗൻ-ദാം എർക്രാങ്കുങ്കൻ. ഓക്കെ, അതാണ് ഗ്യാസ്ട്രോ ബേസ്ഡ് ആയിട്ടുള്ള എർക്രാങ്കുങ്കൻ. ദാറ്റ് മീൻസ് ഗ്യാസ്ട്രോ ബേസ്ഡ് ആയിട്ടുള്ള അസുഖങ്ങളാണ് മാഗൻ-ദാം എർക്രാങ്കുങ്കൻ. ഗ്യാസ്ട്രോ എന്ന് പറയുന്നവരാണ് മാഗൻ-ദാം. മാഗൻ-ദാം. Gastroesophageal reflux Krankheit. Gastroesophageal reflux Krankheit. That means GERD. Okay, GERD എന്ന് പറയില്ല നമ്മൾ. gastroesophageal reflux disease, അതാണ് gastroesophageal reflux Krankheit. Magen-Geschwür peptic ulcer, Magen-Geschwür peptic ulcer, Magen-Geschwür. സോ നമ്മൾ ഈ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ എവിടെ കേട്ടിട്ടുണ്ടോ എന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു ഇത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനറലായിട്ട് ഈ വാക്കുകൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ. Entzündliche Darmerkrankung, Entzündliche Darmerkrankung, അതായത് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ഡിസീസാണ്. ഇറിറ്റബിൾ ബൗൾ ഡിസീസിനാണ് Entzündliche Darmerkrankung. അതായത് Entzündliche എന്ന് പറഞ്ഞാൽ ഇറിറ്റബിൾ, Darmer നമ്മുടെ ദാം, ബവൽ, Darmerkrankung എന്ന് പറഞ്ഞാൽ ഡിസീസസ്. സോ Entzündliche അത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമാണ്. ഓക്കെ. റൈസ്-ഡാം സിൻഡ്രോം. ലേബർ എർക്രാങ്കുങ്കൻ, ദാറ്റ് മീൻസ് ലിവർ ഡിസീസ്. എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ എല്ലാം എന്താ ഉണ്ടാവുക? ഹെപ്പറ്റൈറ്റിസ് ആയിട്ടുള്ള അസുഖങ്ങൾ ഫോം ചെയ്യാം അല്ലേ? അത് നമ്മൾ ലിവറിനെയാണ് ബാധിക്കുന്നത്. സോ ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ എർക്രാങ്കുങ്കൻ, ലിവർ ഡിസീസസ്. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ GI സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള അസുഖങ്ങൾ. ഓക്കെ, ജനറലായിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. സോ ഫസ്റ്റ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് നോക്കി പോകാമെന്ന് മാത്രം. ഇനി ന്യൂറോളജിസ്റ്റ് എർക്രാങ്കുങ്കൻ. ന്യൂറോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോളജിക്കൽ. ഓക്കെ, ന്യൂറോൻ്റെ അസുഖങ്ങളാണ്. അൽഷൈമർ ക്രാങ്കൈറ്റ്, അൽഷൈമേഴ്സ്. ഓക്കെ. പാർക്കിൻസൺ ക്രാങ്കൈറ്റ്, പാർക്കിൻസൺ സിൻഡ്രോം. ഷ്ലാഗൻഫാൾ സ്ട്രോക്ക്, ഷ്ലാഗൻഫാൾ എന്ന് പറയുന്നത് സ്ട്രോക്കിനാണ്, ഷ്ലാഗൻഫാൾ. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, എപ്പിലെപ്സി, എൻഡോക്രൈൻ എർക്രാങ്കുങ്കൻ. അടുത്തത് ഇത്രയൊക്കെയാണ് നമ്മൾ ന്യൂറോളജിസ്റ്റ് എർക്രാങ്കുങ്കനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻഡോക്രൈൻ എർക്രാങ്കുങ്കൻ. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് എൻഡോക്രൈൻ എർക്രാങ്കുങ്കൻസ് ആണ്. സോ ഫസ്റ്റ് അതിൽ എൻഡോക്രൈൻ ഡിസീസാണ് ഡയബറ്റിക്സ് മെലിറ്റസ്, DM എന്ന് പറയുന്നത്. ഡയബറ്റിസ് മെലിറ്റസ്. ഷീൽഡ്രൂസൻ ഉണ്ടർ ഫുങ്ടോൺ ഹൈപ്പോതൈറോയിഡിസം. ഓക്കെ, അതിന് പറയുന്നതാണ് ഷീൽഡ്രൂസൻ ഉണ്ടർ ഫുങ്ട്രോൺ, ഷീൽഡ്രൂസൻ ഉണ്ടർ ഫുങ്ഷൻ, hypothyroidism. ഷീൽഡ്രൂസൻ ഊബർ ഫുങ്ഷൻ, അതായത് ഹൈപ്പർതൈറോയിഡിസം. ഷീൽഡ്രൂസൻ ഊബർ, ഇൻക്രീസ്ഡ്, ഊബർ അപ്പർ, ഊബർ ഫുങ്ഷൻ, അതാണ് ഹൈപ്പർതൈറോയിഡിസം. ഇനി അടുത്തത് നേബൻ നയർ ഇൻസഫിഷ്യൻസ്, അതായത് അഡ്രിനൽ ഇൻസഫിഷ്യൻസി ആണത്. നേബൻ നയർ ഇൻസഫിഷ്യൻസ്.
അടുത്തത് പോളിസിസ്റ്റിഷ്യസ് ഓവർ സിൻഡ്രോം, അതായത് PCOS, പോളിസിസ്റ്റിഷ്യസ് ഓവർ സിൻഡ്രോം. അടുത്തത് മസ്കുലർ സ്കെൽറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള അസുഖങ്ങളാണ്. മസ്കൽ സ്കെൽറ്റ് എർക്രാങ്കുങ്കൻ, മസ്കൽ സ്കെലറ്റ് എർക്രാങ്കുങ്കൻ, മസ്കൽ സ്കെലറ്റ് എർക്രാങ്കുങ്കൻ. ഫസ്റ്റ് അസുഖമാണ് ആർത്രോസ്. ആർത്രോസ് എന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ഫാമിലിയിലെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ആർത്രോസ്. അതിനകത്ത് വരുന്ന ഡിവിഷൻസ് ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ലേറ്റർ ഓൺ. സോ നെക്സ്റ്റ് നമുക്ക് റൊമറ്റോയിഡ് ആർത്രൈറ്റിസിനാണ് റോമ, അതായത് റൊമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ മൊത്തം ഫാമിലി വരുന്ന ഗൗട്ട് വരും, ലൂപ്പസ് വരും, റൊമാറ്റിസം എല്ലാം ഈ റോമ എന്ന കാറ്റഗറിക്ക് അണ്ടറിലാണ് വരുന്നത്. ഓസ്റ്റിയോസ്പോറോസിസ്, ഫൈബ്രോമയാൾജിയ, റുക്കൻ ഷ്മേഴ്സൺ നമ്മളെല്ലാവരും കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ബാക്ക് പെയിൻ. സോ അതിനെ പറയുന്നതാണ് റുക്കൻ ഷ്മേഴ്സൺ. നീറൻ und ഹാൻവെക്സ് എർക്രാങ്കുങ്കൻ, നീറൻ und ഹാറൻവെക്സ് എർക്രാങ്കുങ്കൻ. സോ അതായത് നീറൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റീനൽ ഡിസീസിനാണ് പറയുന്നത്. നീറൻ കിഡ്നി, നീറൻ. ക്രോണിഷെ നീറൻ ക്രാങ്കൈറ്റ്, എന്ന് പറഞ്ഞാൽ ക്രോണിക് കിഡ്നി ഡിസീസ്. അക്യൂട്ട് നീറൻ ഫെർലെറ്റ് സൂം, അതായത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. നീറൻ സ്റ്റൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കിഡ്നി സ്റ്റോൺ. ഗ്ലോമർലോനെഫ്രൈറ്റിസ്, ഓക്കെ. നെഫ്രോട്ടിഷ്യസ് സിൻഡ്രോം, ഓക്കെ, നെഫ്രോട്ടിക് സിൻഡ്രോം. അടുത്തത് ഇൻഫെക്ഷൻസ് ഡിസീസ്. ക്രാങ്കൈറ്റൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഡിസീസ് എന്ന് പറയുന്നതാണ് ഇൻഫെക്ഷൻസ് ക്രാങ്കൈറ്റൻ. ഫസ്റ്റ് വൺ ട്യൂബർകുലോസിസ്. ഇൻഫ്ലുവൻസ സെയിമാണ്, A and B വരുന്നുണ്ട്. പിന്നെ ലുങ്കനൈറ്റ് നമ്മൾ പറഞ്ഞു. ഇവിടെ എന്താണ്? ലുങ്കൻ എൻസുണ്ടും സുണ്ടും എന്ന് പറയാം, അല്ലെങ്കിൽ ലുങ്കൻ എൻസുണ്ടും എന്നും പറയാം. ഓക്കെ. ന്യൂമോണിയ. ഹാറൻ വെക്സ് ഇൻഫെക്ഷൻ, UTI, ഓക്കെ, അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ പറയുന്നതാണ് ഹാൻവെക്സിൻ ഇൻഫെക്ഷൻ. ഹോട്ട് ഇൻഫെക്ഷനൻ. ഹൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ ഇൻഫെക്ഷനാണ് ഹൗട്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഹാൻവെക്സ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിനറി ട്രാക്ട്, അത് നമ്മുടെ ബ്ലാഡറിൽ വരുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിനാണ് ഹാൻവെക് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. ലുങ്കൻ നമ്മൾ പറഞ്ഞു. ലുങ്കൻ എന്താണ്? ലുങ്കൻ എൻസുണ്ടും, ദാറ്റ് മീൻസ് ന്യൂമോണിയ. ലുങ്കൻ എൻസുണ്ടും, ദാറ്റ് മീൻസ് ന്യൂമോണിയ. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത് വൈൻഡ് ചെയ്യാണ്. സോ നെക്സ്റ്റ് ഇത് വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഈ ഡിസീസസിനെ എലാബറേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താണ് എസ്പെഷ്യലി ദ നീറൻ ഡിസീസ്, അതായത് റീനൽ ഡിസീസ് എന്താണ്, അത് എവിടെയാണ് ഉണ്ടാകുന്നത്, ഏത് നമ്മുടെ ഏത് ഓർഗനാണ് എഫക്റ്റ് ചെയ്യുന്നത്, ഏത് പാർട്ട് ഓഫ് ബോഡിക്കാണ് അതിൻ്റെ പ്രോബ്ലം ഉണ്ടാകുന്നത്, പിന്നെ അതുകൊണ്ടുണ്ടാകുന്ന അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, അതിൻ്റെ കോസസ്, സിംറ്റംസ്, ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, പിന്നെ റെക്കമെൻഡേഷൻസ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റേ വാച്ച് ഓൺ. സോ ചൂസ്.